ഹാഫിദ് ഇബ്നു അഹ്മദ് അൽ ഹക്കമി റഹിമഹുല്ലാ അവരുടെ കവിത സുല്ലമുൽ ഉസൂൽ ഇലാ മബാഹിസ് ഇൽമിൽ ഉസൂൽ, ഓഡിയോ നമ്പർ 10. തുടർന്ന് പറയണം. വഹുവൽ ഗനിയ്യു ബിദാതിഹി സുബ്ഹാന ജല്ല സനാഉഹു തആല ശഅനു വകുല്ലു ശൈഇൻ റിസ്ഖുഹു അലൈഹി വകുല്ലുനാ മുഫ്തഖിറുൻ ഇലൈഹി. വഹുവ അവൻ, അതായത് അല്ലാഹു, അൽ ഗനിയ്യു ഗനിയാണ്, ഐശ്വര്യവാനാണ്, ബിദാത്തിഹി അവൻ്റെ ദാത്തിൽ, സുബ്ഹാന അവൻ പരിശുദ്ധനാണ്, ജല്ല സനാഉഹു അവൻ്റെ കീർത്തി മഹത്തരമായിരിക്കുന്നു, തആല മേലെയായവൻ, ഷഅ്നുഹു അവൻ്റെ കാര്യം ഉന്നതമായിരിക്കുന്നു എന്ന്. വകുല്ലു ഷൈഇൻ എല്ലാ വസ്തുക്കളും, റിസ്ഖുഹു അവൻ്റെ അതിൻ്റെ റിസ്ഖ്, ഏതൊരു വസ്തുവിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു ജീവിയുടെയും റിസ്ഖ് എന്നത്, വിഭവം എന്നത്, അലൈഹി അവനു മേലാണ്, അതായത് അള്ളാഹു നൽകുന്നതാണ്, അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലാണ്. വകുല്ലുന നാം എല്ലാവരും മുഫ്തഖിറുൻ ഇലൈഹി അവനിലേക്ക് ആവശ്യക്കാരാണ്, നാം ഓരോരുത്തരും അവനിലേക്ക് ആവശ്യക്കാരാണ്. അതിൻ്റെ ഷറഹ് നോക്കാം. വഹുവൽ ഗനിയ്യു ബിദാത്തിഹി അവൻ അവൻ്റെ ദാത്തിൽ ഗിന ഉള്ളവനാണ്, ഗനിയാണ്, അവന് സ്വയം നിലനിൽക്കുന്ന മറ്റാരെയും ആശ്രയിക്കേണ്ട കാര്യം ഇല്ല. ഫലഹുൽ ഗിന അൽ മുത്തലഖ് മുത്തലഖായ തനിച്ച ഗിന ഐശ്വര്യം എന്നത് അവനുള്ളതാണ്. ഫലാ യഹ്താജു ഇലാ ഷൈഇൻ അവൻ ഒന്നിലേക്കും ആവശ്യക്കാരനല്ല. സുബ്ഹാനഹു അവൻ പരിശുദ്ധനാണ്. വബിഹംദിഹി തൻസീഹൻ ലഹു വതഹ്മീദ അപ്പോൾ അവനെ വാഴ്ത്തിക്കൊണ്ടും സ്തുതിച്ചുകൊണ്ടും അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടും പറയാണ് സുബ്ഹാനഹു അവൻ പരിശുദ്ധനാണ്, അവനാണ് സർവസ്തുതി. ജല്ല സനാഉഹു തആല ശഅ്നുഹു തഅ്ലീമൻ ലഹു വതംജീദ അവൻ്റെ വണ്ണവലിപ്പത്തെ പറഞ്ഞുകൊണ്ട് പറയണത് ജല്ല സനാഉഹു അവൻ്റെ കീർത്തി മഹത്തരമായിരിക്കുന്നു എന്ന് തഅ്ലീം ചെയ്ത് ആദരിച്ച് മഹത്തരമാക്കിക്കൊണ്ട് പറയണം. വകുല്ലു ഷൈഇൻ റിസ്ഖുഹു അലൈഹി എല്ലാ വസ്തുവിൻ്റെയും എല്ലാത്തിൻ്റെയും വിഭവം എന്നത്, അതിൻ്റെ റിസ്ഖ് എന്നത് അള്ളാഹുവിൻ്റെ അവൻ്റെ ഉത്തരവാദിത്വത്തിലാണ്. ലാ റാസിഖ ലഹു സിവാഹു ഒരു വസ്തുവിനും അല്ലെങ്കിൽ ഒരാൾക്കും ഒരു റാസിഖും റിസ്ഖ് നൽകുന്ന, വിഭവം നൽകുന്ന അല്ലെങ്കിൽ ഭക്ഷണം നൽകുന്ന ആരുമില്ല, സിവാഹു അവനെ കൂടാതെ, അള്ളാഹു അല്ലാതെ ആരുമില്ല. വലാ യംലികു ലിനഫ്സിഹി ദർറൻ വലാ നഫ്അൻ ഇല്ലാ മാ ശാ അല്ലാഹ്. വലാ യംലികു ലിനഫ്സിഹി ഒരാളും ഉടമപ്പെടുത്തുന്നില്ല, ലിനഫ്സിഹി അവൻ്റെ സ്വന്തത്തിന്, ദർറൻ ബുദ്ധിമുട്ടിനെ, വലാ നഫ്അ ഉപകാരത്തിന്, ഒരാൾക്കും ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ സ്വയം വരുത്താൻ പറ്റില്ല, ഇല്ലാ മാ ശാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ. വകുല്ലുനാ മഅ്ശറൽ മഖ്ലൂഖാത്തി മുഫ്തഖിറുൻ ഇലൈഹി വകുല്ലുനാ മഅ്ശറൽ മഖ്ലൂഖാത്തി സൃഷ്ടികളുടെ സമൂഹമായ നാം എല്ലാവരും മുഫ്തഖിറുൻ ഇലൈഹി അവനിലേക്ക് ആശ്രിതരാണ്, അവന് ആവശ്യമുള്ളവരാണ്. ലാ ഗിനാ ലനാ അൻഹു ത്വർഫത്ത് ഐൻ ഒരു ത്വർഫത്ത് ഐൻ കണ്ണിമ വെട്ടുന്ന സമയം പോലും നമുക്ക് അവനിൽ നിന്ന് മുക്തമാവാൻ പറ്റില്ല, അല്ലെങ്കിൽ അവൻ്റെ ആശ്രയമില്ലാതെ ജീവിക്കാൻ ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും പറ്റില്ല, അവൻ്റെ ആശ്രയമില്ലാതെ. ഫകമാ അന്ന ജമീഅൽ മഖ്ലൂഖാത്തി മുഫ്തഖിറത്തുൻ ഇലൈഹി തആല ഫി വുജൂദിഹാ അപ്പോൾ എല്ലാ സൃഷ്ടികളും അതിൻ്റെ നിലനിൽപ്പിൽ തന്നെ, അതിൻ്റെ വുജൂദിയത്തിൽ തന്നെ അള്ളാഹുലേക്ക് ആശ്രയം ഉള്ളവരാണ് എന്നതുപോലെ ഫലാ വുജൂദ ലഹാ ഇല്ലാ ബിഹി അപ്പോൾ അതിന് എന്തില്ല, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ വുജൂദിയത്തില്ല, അള്ളാഹു ഇല്ലാതെ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ വുജൂദിയത്ത് നിലനിൽപ്പ് തന്നെയില്ല. ഫഹിയ മുഫ്തഖിറത്തുൻ ഇലൈഹി ഫി ഖിയാമിഹ അപ്പോൾ അതിൻ്റെ ഒരു സൃഷ്ടിയും, ഏതൊരു സൃഷ്ടിയും അതിൻ്റെ ഖിയാം, അതിൻ്റെ നിലനിൽപ്പിൽ അള്ളാഹുവിലേക്ക് ആശ്രയിച്ചുകൊണ്ടാണ്. ഫലാ ഖിവാമ ലഹ ഇല്ലാ ബിഹി അവനെ കൊണ്ടല്ലാതെ അതിന് നിലനിൽപ്പില്ല, ഖിവാമില്ല. ഫലാ ഹറക്കത്ത വലാ സുക്കൂന ഇല്ലാ ബിഇദ്നിഹി അതിന് ഹറക്കത്ത് ചലനമില്ല, വലാ സുക്കൂന അടങ്ങിത്താമസം ഇല്ല, ഇല്ലാ ബിഇദ്നിഹി അള്ളാഹുവിൻ്റെ അനുമതി ഇല്ലാതെ. കല്ലമ മൂസ അബ്ദഹു തക്ലീമ
വലം യസൽ ബി ഖൽഖിഹി അലീമാ കലാമുഹു ജല്ല അനിൽ ഇഹ്സാഇ والحسر والنفاذ والفناء لو صار أقلاما جميع الشجر والبحر تلقى فيه 7 أبحر والخلق تكتبه بكل آن فنت وليس القول منه فاني كلم موسى عبده تكليما ولم يزل بخلقه عليما كلم الله സംസാരിച്ചു മൂസ അലൈഹിസ്സലാമിനോട്, മൂസാ നബിയോട്, അബ്ദഹു അവൻ്റെ ദാസനായ അവൻ്റെ അടിമയായ, തക്ലീമ ഒരു സംസാരം, അതായത് നേരിട്ടുള്ള സംസാരം സംസാരിച്ചു. നേരിട്ട് അള്ളാഹു ആരോട് സംസാരിച്ചു? മൂസാ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ചു. വലം യസൽ അവൻ ആയിക്കൊണ്ടേയിരുന്നു, ബിഖൽഖിഹി അവൻ്റെ സൃഷ്ടികളുമായി അലീമ അറിവുള്ളവൻ. പറഞ്ഞാൽ അള്ളാഹുവിന് അവൻ്റെ പടപ്പുകളെ കുറിച്ച് എപ്പോഴും അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്. കലാമുഹു ജല്ല അനിൽ ഇഹ്സാഇ വൽഹസ്രി വന്നഫാദി വൽഫനാഇ. കലാമുഹു അവൻ്റെ കലാം, അള്ളാഹുവിൻ്റെ സംസാരം, ജല്ല മഹത്വമായിരിക്കുന്നു, അനിൽ ഇഹ്സാഇ കണക്കാക്കലിൽ നിന്ന്, പരിധിയിൽ നിന്ന്, പരിധിയെ തൊട്ട്, വൽ ഹസ്രി പരിമിതിയെ തൊട്ടും, വൻ നഫാദി തീർന്നു പോകലിനെ തൊട്ടും, വൽ ഫനാഇ നശിക്കുന്നതിനെ തൊട്ടും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സംസാരത്തിന് എന്തില്ല, അള്ളാഹുവിൻ്റെ കലാമിന് പരിധിയില്ല, പരിമിതിയില്ല, അത് തീർന്നു പോവുകയില്ല, അത് നശിച്ചു പോവുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ കലാം എന്താണ്? അള്ളാഹുവിൻ്റെ സിഫത്താണ്. ലൗ സാറ അഖ്ലാമൻ ജമീഉ ശജരി വൽ ബഹ്റു തുൽഖാ ഫീഹി 7 അബ്ഹുരി. ലൗ സാറ ആയിത്തീർന്നാൽ, അഖ്ലാമൻ പേനകൾ ആയിത്തീർന്നാൽ, എന്ത്? ജമീഉ ശജരി പേനകളായി മാറിയാൽ, എന്ത്? ജമീഉ ശജരി മുഴുവൻ മരങ്ങളും പേനകളായാൽ, വൽ ബഹ്റു സമുദ്രം, തുൽഖാ ഫീഹി അതിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്താൽ, 7 അബ്ഹുരി 7 സമുദ്രങ്ങൾ സമുദ്രത്തോട്, നിലവിലുള്ള സമുദ്രത്തോട് ചേർക്കപ്പെടുകയും ചെയ്താൽ, നിറ സമുദ്രങ്ങളൊക്കെ മഷിയായി, എന്നിട്ട് ആ സമുദ്രങ്ങളൊക്കെ മഷിയായി തീർന്നു സങ്കല്പിക്കാം. വൽ ഖൽഖു തക്തുബുഹു ബികുല്ലി ആനിൻ ഫനത് വലൈസൽ ഖൗലു മിൻഹു ഫാനി. വൽ ഖൽഖു പടപ്പുകൾ, സൃഷ്ടികൾ, തക്തുബുഹു എന്നിട്ട് അതിനെ എഴുതുന്നു, ബികുല്ലി ആനിൻ എല്ലാ സമയവും, മുഴുവൻ സമയവും, മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിൻ്റെ കലാം എഴുതിക്കൊണ്ടിരിക്കാൻ നോക്കുക. ഫനത് എന്നിട്ട് ആ സമയം കഴിഞ്ഞുപോയി, എല്ലാ സമയവും എഴുതി, എന്നിട്ട് അതൊക്കെ തീർന്നുപോയി. വലൈസൽ ഖൗലു മിൻഹു ഫാനി എന്നാൽ അള്ളാഹുവിൻ്റെ സംസാരം, അള്ളാഹുവിൻ്റെ വചനം എന്നത് അതിൽ നിന്ന് നശിച്ചു പോവുകയില്ല, അപ്പോൾ തീർന്നു പോവുകയില്ല എന്നതാണ്.